സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ജർമ്മൻ ഗ്രാമങ്ങൾ കാണാം. ഗ്രാമങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്നൊന്നുമില്ല കേട്ടോ, റോട്ടിൽ കൂടെ ഒരു കാഴ്ചക്കാരിയായിട്ട് പോകുന്നതാണ്. ഞങ്ങളൊരു സൂ കാണാൻ പോയതാണ്. അപ്പോൾ വഴിയിൽ കുറച്ച് ഗ്രാമങ്ങൾ കണ്ടു. അപ്പോൾ മനോഹരമായ ഗ്രാമങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് രാജ്യത്തായാലും ഗ്രാമപ്രദേശങ്ങൾ ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പം അത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരള ഗ്രാമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പാടങ്ങളും പുഴകളും തോടുകളും പിന്നെ അമ്പലക്കുളങ്ങൾ, പിന്നെ ആൽത്തറകൾ, പള്ളികൾ, മദ്രസകൾ, അങ്ങനെ എല്ലാമുള്ള നമ്മൾ കഥകളിലും കവിതകളിലൊക്കെ ഗ്രാമത്തെ കൂട്ടുപിടിക്കാറുണ്ട് അല്ലേ. പട്ടണത്തിനേക്കാളും നമ്മൾ ഗ്രാമത്തെയാണ് കൂട്ടുപിടിക്കുന്നത്. ഗ്രാമീണ ഭംഗി, ഗ്രാമീണ സുന്ദരി എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടം കൂടുതലാണ് അല്ലേ. അപ്പം അതുപോലെ തന്നെയാണ് ഇവിടെയും. ഈ ഗ്രാമപ്രദേശങ്ങൾ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇവിടെ. പിന്നെ പ്രത്യേകിച്ച് ഒരു ഭംഗിയാണ്, കാരണം എല്ലാം വളരെ നീറ്റായിട്ട് അവർ പുല്ലൊന്നും അധികം നമ്മുടെ നാട്ടിലെ പോലെ കാട് പിടിച്ച് കിടക്കാതെ എല്ലാം എപ്പോഴും നല്ല വൃത്തിയാക്കിയിട്ടായിരിക്കും. ഒരു കൂട്ടം വീടുകൾ, അതായത് ഓരോ ഗ്രാമങ്ങൾ കഴിയുമ്പോഴും ഇതുപോലെ പച്ചപ്പരവതാനി വിരിച്ച പോലെ അങ്ങനെ പുല്ലും നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ഓരോ തോട്ടങ്ങളും കാണാം. ആപ്പിൾ തോട്ടങ്ങൾ, പേഴ്സിൻ്റെ തോട്ടങ്ങൾ, അതുപോലെ മുന്തിരിത്തോട്ടങ്ങൾ, പലതരം ഫ്രൂട്ട്സിൻ്റെ തോട്ടങ്ങൾ കാണാം. നമ്മുടെ നാട്ടിൽ കാണാത്ത തരം ഫ്രൂട്ട്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ആപ്പിളൊക്കെ ഇങ്ങനെ കൊലയായിട്ട് ആരും ഇങ്ങനെ പൊട്ടിക്കുന്നതൊന്നും കാണുന്നില്ല. വേണമെങ്കിൽ പൊട്ടിക്കാമെന്ന് തോന്നുന്നു, അറിയില്ല. ഇവിടുത്തെ കൃഷിയിൽ കൂടുതൽ കണ്ടത് ചോളമാണ്. ചോളത്തിൻ്റെ പാടങ്ങൾ ഇങ്ങനെ ഇഷ്ടം പോലെ കാണാം. അതുപോലെ തന്നെ മുന്തിരിത്തോട്ടങ്ങളും നിറയെ കാണാം. ഇനി അടുത്ത ഗ്രാമം. അപ്പോൾ ഈ ഗ്രാമത്തിലെ വീടുകളൊക്കെ ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് മേൽക്കൂര കുറച്ചിങ്ങനെ ഒരു കൂർത്ത ടൈപ്പാണ്. പിന്നെ പഴയ രീതിയിലുള്ള വീടുകളാണെങ്കിൽ മരത്തിൻ്റെ വർക്കായിരിക്കും കൂടുതൽ. ഇതൊക്കെ കുറച്ച് പുതിയ ടൈപ്പ് വീടുകളാണ്. പഴയ വീടുകൾക്ക് മരം കൂടുതലായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. മരത്തടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്ത് അതായത് പഴയ വീടുകൾ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ അങ്ങനെയുള്ള വീടുകളുള്ളവർക്ക് അങ്ങോട്ട് ധനസഹായം കൊടുക്കുന്നുണ്ട്, വീട് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. അപ്പം ഇതൊക്കെ കുറച്ച് പുതിയ ടൈപ്പ് വീടുകളാണ്. ചില ഏരിയയിൽ പോകുമ്പോൾ ആ ഒരു പഴയ ടൈപ്പ് വീടുകൾ ഇഷ്ടംപോലെ കാണാം. അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഇങ്ങനെ ഓൾഡ് ടൗൺ അങ്ങനെ തന്നെ ഒരു സ്ഥലങ്ങളുണ്ട്. അതായത് അവിടെ ഈ പഴയ വീടുകൾ മാത്രമായിരിക്കും കാണാൻ പറ്റുക. കണ്ടോ, കുറച്ച് വീടുകൾ കഴിയുമ്പോൾ പിന്നെ വീണ്ടും ഇങ്ങനെ പച്ചപ്പരവതാനി വീണ്ടും. ഇതൊക്കെ ഒരു പഴയ ടൈപ്പ് വീടുകളാണ്. നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ നമ്മളങ്ങനെ കാണില്ല. കാരണം എല്ലാവരും അവരുടെ സ്ഥലങ്ങൾ, അവരുടെ കോമ്പൗണ്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളത് അവരുടെ കടമയാണ്. അപ്പോൾ അവർ തന്നെ സ്വയമായിരിക്കും ഇവിടെ എല്ലാം ചെയ്യുന്നത്. ചെടി വെട്ടുന്നതും മരമായിട്ടൊന്നും ഉണ്ടാവില്ല. ചെടികളൊക്കെ ക്ലീൻ ചെയ്യുന്നത് മിക്കവാറും സ്വയമായിരിക്കും. ഗാർഡനർക്കാണ് ഇവിടെ ഏറ്റവും സാലറി. മണിക്കൂർ വെച്ചായിരിക്കും ഇവിടെ അവർക്കുള്ള പൈസ. അത് ഭയങ്കര കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്വയം ആയിരിക്കും മിക്കവാറും പുറം രാജ്യങ്ങളിൽ താമസിക്കുന്നവരൊക്കെ ഒരുവിധം എല്ലാ കാര്യങ്ങളും സ്വയമായിരിക്കും ചെയ്യുക. ഇത് കണ്ടോ, ചോളത്തിൻ്റെ പാടം. ഒരുപാട് ഈ ചോളത്തിൻ്റെ പാടങ്ങൾ കാണാൻ പറ്റും ഇവിടെ. ഈ ഇടയിൽ കാണുന്നത് ആപ്പിൾ മരങ്ങളാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, വീടുകളൊക്കെ ആ കാഴ്ചയിലുള്ള ഭംഗി കൂടാതെ അവർ ഈ പൂക്കൾ വയ്ക്കും. പൂക്കൾ ഒരു സീസണൽ ഫ്ലവേഴ്സ് ആയിരിക്കുമെങ്കിലും
അത് ഭയങ്കര ഭംഗിയാണ്. എല്ലാ വിൻഡോയുടെ സൈഡിലും ഇങ്ങനെ പൂക്കളുണ്ടാവും. അതുപോലെ അവരുടെ വീട്ടിലേക്ക് കയറുന്ന വഴിയിലും എല്ലായിടത്തും പൂക്കളാണ്. പൂക്കളുടെ ഒരു അപ്പോൾ നമുക്ക് ഭയങ്കര കൊതിയാവും. പ്രത്യേകിച്ച് എനിക്ക് പൂക്കളോട് കുറച്ച് ഇഷ്ടം കൂടുതലുള്ള ആളാണ്. അപ്പോൾ അത് കാണുമ്പോൾ കൊതിയാവും. അവരുടെ ആ കോമ്പൗണ്ട്, ചിലർക്ക് സ്വന്തമായി വീടുകൾ, ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണെങ്കിലും അവരുടെ ബാൽക്കണിയൊക്കെ പൂക്കൾ വെച്ചിട്ട്, മിക്കവരും അങ്ങനെ തന്നെയാണ്, പൂക്കൾ വെച്ച് അലങ്കരിക്കും. അല്ലാതെ സ്വന്തമായിട്ടുള്ള വീട് കോമ്പൗണ്ടൊക്കെ ഉള്ളവർക്കാണെങ്കിലും അവരുടെ ആ എൻട്രൻസിൻ്റെ ഭാഗവും എല്ലായിടത്തും ചെടികളും പൂക്കളൊക്കെ, അത് മനോഹരമായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ലൈറ്റൊക്കെ വെച്ച് അവിടെ കുറച്ച് ചെയറൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അവിടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് മഴ പെയ്തു. നമ്മുടെ കേരളത്തിലും ഇതിനേക്കാളും ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ നമ്മളത് അതിൻ്റേതായ ഭംഗിക്ക് കൊണ്ട് നടക്കാത്തത് കൊണ്ടുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇതിനേക്കാളും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. പിന്നെ നമുക്ക് ഇങ്ങനെ പുറം രാജ്യത്തൊക്കെ പോകുമ്പോൾ അവിടുത്തെ എല്ലാം നമുക്ക് നല്ലതായിട്ട് തോന്നും. നമ്മുടെ ഒരു മനുഷ്യ സഹജമായൊരു സ്വഭാവമാണല്ലോ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ. പുറം രാജ്യത്ത് പോകുമ്പോൾ നമുക്കതെല്ലാം ഭയങ്കര ഭംഗിയായിട്ടും നല്ലതായിട്ടും തോന്നും. ഇത് ഇങ്ങനെ കാണാൻ പറ്റാത്തവർക്ക്, അതായത് എല്ലാവർക്കും ഇങ്ങനെ നേരിട്ട് കാണാനുള്ള ഒരു അവസരം കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റാത്തവർക്ക് ഇതുപോലുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ അതൊരു നേരിട്ട് കണ്ട ഒരു അനുഭവം കിട്ടുമല്ലോ. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടോളൂ. ഇനി പ്രത്യേകം പറയാനൊന്നുമില്ല, അത്ര തന്നെയുള്ളൂ. കാരണം ഞാൻ ഗ്രാമത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടൊന്നുമില്ല, വെറുതെ ഒരു കാഴ്ചക്കാരിയായിട്ടുള്ളൊരു വിവരണം മാത്രമാണുള്ളത്. എല്ലാവരും ഒന്ന് കണ്ടോ. ലാസ്റ്റ് ഞാൻ കുറച്ച് അടുത്ത ബിൽഡിങ്ങുകൾ ഫോട്ടോ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. താങ്ക് യു.